ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബാലപ്രസാദ്. ജൂലി ജൂലി എന്തേ ഇതാ ഞാൻ വരുന്നു. എന്താ ബാലു, നീ എന്തിനാ വിളിച്ചത്? നീ അടുത്തു വാ. ഇത് എന്റെ ഭാര്യ ജൂലി. ഓ, നീ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ വിളിച്ചതായിരുന്നോ? അല്ല, നമ്മുടെ രണ്ട് വിത്തവിടെ. ഓ, അവര് രണ്ടും അപ്പുറമുണ്ട്. അവിടുന്ന് വഴക്ക് കൂടുന്ന. എന്നാ പിന്നെ പോയി നീ അവരെ വിളിച്ചു വാ. ദേവു, ജാനി, എന്താ അമ്മ വിളിച്ചത്? നീ എവിടെ നിൽക്കാതെ ഇങ്ങ് അടുത്തു വാ, ആവശ്യമുണ്ട്. ഇത് ഞങ്ങളുടെ മൂത്ത മകൾ ജാനകി ബാലുപ്രസാദ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാനി. അച്ഛാ, എന്നെ വിളിച്ചാ? ആ, വിളിച്ചു. അച്ഛന്റെ മോളൂസ് ഇങ്ങോട്ട് വാ. അങ്ങോട്ട് മാറി നിക്കടി, എന്റെ അച്ഛനും അമ്മയും. നീ പൊടി വഴക്കിടാ, ഇങ്ങോട്ട് വാ. എന്താ അച്ഛാ? ഇത് ഞങ്ങളുടെ ഇളയ സന്താനം ദേവിക ബാലുപ്രസാദ്. പക്ഷേ ഇവിടെ ദേവു എന്നാ വിളിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദേവു. ഇവരെ നിങ്ങൾ കാണുന്നത് പോലെയൊന്നുമല്ല, രണ്ടും എന്നും വഴക്കാ. അതെ അതെ, ഇവരുടെ വഴക്ക് കാരണം ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല. അപ്പോഴേ ഇവരുടെ വഴക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ കാണുന്നത്? അത് കാണാൻ ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുകയാ. ഫ്രണ്ട്സ്, ഇനി ഞങ്ങളും ഉണ്ടാവുമേ നിങ്ങളുടെ കൂടെ. അതെ അതെ, ഇനി ഞങ്ങളും ഉണ്ടാവും എപ്പോഴും നിങ്ങളുടെ കൂടെ. അച്ഛാ, മുത്തശ്ശിയെ മുത്തശ്ശനെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. അവരെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടുത്താം. വേണ്ട അച്ഛാ, ഇപ്പൊ പരിചയപ്പെടുത്താം. ബാലു, എന്നാ നീ അവരെയും കൂടി വിളിക്ക്. അച്ഛാ, അമ്മേ, നീ എന്തിനാ ഞങ്ങളെ വിളിച്ചത്? ഇങ്ങ് വാ രണ്ടുപേരും. ഇവരെ ഞാൻ പരിചയപ്പെടുത്താം അച്ഛാ. ശരി, എന്നാൽ നീ പരിചയപ്പെടുത്തി കൊടുക്ക്. ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ അച്ഛമ്മയും അച്ചാച്ചനുമാ. ഓ, കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ വിളിച്ചതായിരുന്നോ? ആ അമ്മേ, കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ വിളിച്ചതാ. വീരാന സുന്ദരനാ, ഓനൊരു വല്ലാത്ത സംഭവമാ. മനുഷ്യ, നിങ്ങൾ പാട്ടും പാടി ഇവിടെ കുത്തിരുന്നോ? എന്നാ കാച്ചോ, എനിക്കെന്നാ മാണ്ടിയത്? നിങ്ങൾക്ക് ദുനിയാവിൽ നടക്കുന്ന സംഭവം ഒന്നും അറിയണ്ടല്ലോ. അപ്പുറത്തെ ബാലു ഓന്റെ കുടുംബത്തിനെല്ലാം കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത്. എന്റെ വീരാനിക്ക് മാത്രം എന്നാർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതിന് ഇങ്ങനെ വിഷമിക്കണ്ട കാച്ചോ, ഇങ്ങനെ ഞാനിപ്പം പരിചയപ്പെടുത്തി കൊടുക്ക. എന്നാ വേ പരിചയപ്പെടുത്തി കൊടുക്ക്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബീരൻ. ഇത് എന്റെ ഭാര്യ കാച്ചു. എനിക്കിപ്പോ സമാധാനായ? എനിക്ക് സമാധാനായി. അപ്പോഴേ അപ്പുറത്തെ ബാലുവിനെയും കുടുംബത്തെയും സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും സ്നേഹിക്കണേ. അതെ അതെ, ഞങ്ങളെയും സ്നേഹിക്കണേ. അല്ല ദേവമോളെ, മോളെ ഫ്രണ്ട്സുകളെയൊന്നും പരിചയപ്പെടുത്തണ്ടേ? മുത്തച്ഛ, അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ ഒരു സർപ്രൈസ് ആയിട്ട് വെക്കാം. അവരെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടുത്താം. അതാ നല്ലത് ദേവമോളെ. ഇതാര് ബീരാനോ? നമ്മൾ തന്നെ. ഈ കാച്ചു വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ വരണോ ഇവിടെ വരണോ എന്നും പറഞ്ഞിട്ട് അതാ ഇങ്ങ് പോകുന്നത്. അതെന്തായാലും നന്നായി. അപ്പോഴേ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മുതൽ കാണാം കേട്ടോ. എന്നാ പിന്നെ എല്ലാവർക്കും ബൈ.